നമസ്കാരം. രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് SDPI ഓഫീസുകളിൽ രാജ്യത്തെമ്പാടുമുള്ള 12 ഓഫീസുകളിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. SDPI ഓഫീസിലാണ് റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു EDയുടെ റെയ്ഡ് അതിശക്തമായി തന്നെ തുടരുകയാണ്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനം തിരുവനന്തപുരം, മലപ്പുറം, ബംഗളൂരു, ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ, താനെ, ചെന്നൈ, ജാർഖണ്ഡിലെ പാക്കൂർ, കൊൽക്കത്ത, ജയ്പൂർ, ലക്നൗ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത് എന്ന് ED വൃത്തങ്ങൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസലിനെ ED അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് SDPI കേന്ദ്രങ്ങളിലെ പരിശോധന എന്നതും ശ്രദ്ധേയം തന്നെയാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI നിയന്ത്രിക്കുന്നത് എന്ന് ED കണ്ടെത്തിയിരുന്നു. SDPIക്ക് ഫണ്ട് നൽകുന്നതും നയങ്ങൾ രൂപീകരിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് എന്നും രണ്ട് സംഘടനയുടെയും പ്രവർത്തകരും ഒന്നു തന്നെയാണ് എന്നും ED വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം രാജ്യത്തിനകത്തും പുറത്തു നിന്ന് അനധികൃതമായി ഫണ്ട് കൈപ്പറ്റി ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം 2022 സെപ്റ്റംബർ 28 പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ച സംഭവമുണ്ടായത്. 2009 സ്ഥാപിതമായ SDPIയുടെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഇപ്പോൾ ഡൽഹിയിലും ഇത്തരത്തിൽ EDയുടെ റെയ്ഡ് പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും റെയ്ഡ് ശക്തമാക്കിക്കൊണ്ട് ED രംഗത്ത് വന്നത്. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPIയും കേന്ദ്ര ഏജൻസികൾ പൂട്ടുമെന്നുള്ള സൂചനയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ റെയ്ഡിന് പിന്നാലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SDPI മലപ്പുറം ഓഫീസിലെ റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. SDPI നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ED നിർദ്ദേശം വയ്ക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഭീകരപ്രവർത്തനത്തിലൂടെ കിട്ടിയ പണം SDPI ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് തെളിവ് തേടിയാണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്രസേനയുടെ ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധന രാജ്യത്തിൻ്റെ 12 ഇടങ്ങളിലായി SDPI ഓഫീസുകളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. SDPI നിയന്ത്രിച്ചതും നയവും ദൈനംദിന കാര്യങ്ങളും തീരുമാനിച്ചതും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ED പറയുകയും ചെയ്യുന്നു. പുറമെ സാമൂഹിക സംഘടന എന്ന രീതിയിൽ ഇസ്ലാമിക മൂവ്മെൻറ്റും ജിഹാദുമാണ് SDPI ലക്ഷ്യമിട്ടത്. SDPI എന്ന പേരിൽ രാജ്യത്ത് ഭീകരപ്രവർത്തനത്തിനായി PFI വിദേശത്തു നിന്ന് ഉൾപ്പെടെ പണം പിരിച്ചുവെന്നും ED വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും തിരുവനന്തപുരത്താണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. SDPI എന്ന പേരിൽ രാജ്യത്ത് ഭീകരപ്രവർത്തനത്തിനായി PFI വിദേശത്തു നിന്ന് ഉൾപ്പെടെ പണം പിരിച്ചുവെന്നും ED വെളിപ്പെടുത്തിയിരുന്നു. നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും രാഷ്ട്രീയ പാർട്ടിയായ SDPIയും ഫലത്തിൽ ഒന്നു തന്നെയാണ് എന്ന് കേന്ദ്ര ഏജൻസിയും അത്തരത്തിലുള്ള വാദം ഉന്നയിക്കുന്നുണ്ട്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ED ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചത്. SDPIയുടെ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിച്ചതും മേൽനോട്ടം വഹിച്ചതും പോപ്പുലർ ഫ്രണ്ടാണ്. പാർട്ടിയുടെ നയരൂപീകരണവും പരിപാടികളും പ്രതിനിധികളെയും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചതും PFI തന്നെ. കായികമായും നിയമപരമായും അടക്കം എല്ലാ രൂപത്തിലും പ്രതിരോധത്തിനുള്ള ജിഹാദിൻ്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പാർട്ടി നയത്തിൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SDPI ഓഫീസുകളിലും ഇപ്പോൾ ED ഇപ്പോൾ റെയ്ഡ് മുറുക്കിയിരിക്കുന്നത്. ഡൽഹി ഉൾപ്പെടെ 12 ഇടങ്ങളിൽ SDPIയുടെ ആസ്ഥാനത്ത് ഉൾപ്പെടെ ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.